ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ 646 മില്യണിലധികം ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റഗ്രാം മുതലാളി മാർക്ക് സക്കർബർഗിനാവട്ടെ 15 മില്യൺ ഫോളോവേഴ്സ് മാത്രമാണുള്ളത്. ഇന്ത്യയിലെ മെറ്റയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബാസിം പ്ലേറ്റിനേക്കാൾ കുറവാണ്. ബിസിനസ്സുകളെയും ആളുകളെയും നമ്മൾ ഫോളോവേഴ്സിന്റെ കൗണ്ടിൽ എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക? ഈ രീതിയിലുള്ള താരതമ്യമാണോ നമുക്ക് ആവശ്യമായിട്ട് വരിക? ഞാൻ ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്തും 100ഉം 1000ഉം ഫോളോവേഴ്സ് ഉള്ള സമയത്ത് ചോദിച്ച ചിലരുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കഷണ്ടിക്ക് മരുന്ന് വിൽക്കുന്ന ആൾക്ക് കഷണ്ടിയോ എന്നുള്ളതാണ്. എല്ലാ അക്കൗണ്ടുകളും ആരംഭിക്കുന്നത് 0-ൽ നിന്നും 1-ൽ നിന്നും തന്നെയാണ്. ആ ഫോളോവേഴ്സിൽ നിന്നാണ് നമ്മുടെ റെലവൻസും കോണ്ടന്റുകളും കൺസിസ്റ്റൻസിയിലും നമ്മൾ ഓരോ ഫോളോവേഴ്സിന്റെ വലുപ്പത്തെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. 1500 ഫോളോവേഴ്സ് മാത്രമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പോലും വളരെ കോൺഫിഡൻ്റ് ആയിരിക്കുക. എറണാകുളം സരിത തിയേറ്ററിൽ ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ആളുകളെക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂടെ ആളുകൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓർഗാനിക് റീച്ചിനെ കുറിച്ചാണ് ഫോളോവേഴ്സ് കൗണ്ടിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം കിടക്കുന്നത്. എന്താണ് ഓർഗാനിക് റീച്ച് റേറ്റ് എന്നുള്ളത്? 1000 ഫോളോവേഴ്സുള്ള നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് എത്ര ശതമാനം പേരാണ് കാണുക? അതായത് ദ പെർസെൻറ്റേജ് ഓഫ് യുവർ ഫോളോവേഴ്സ് ഹു സീ യുവർ പോസ്റ്റ് വിത്തൗട്ട് സ്പെൻഡിങ് എനി മണി ഓൺ ആഡ്സ്. നിങ്ങൾ ഒരു പണവും ചിലവഴിക്കാതെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് നിങ്ങളുടെ ഫോളോവേഴ്സിൽ എത്ര ശതമാനം പേർ കാണുന്നു എന്നുള്ളതാണ് ഓർഗാനിക് റീച്ച് റേറ്റ് എന്നുള്ളത്. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഓരോ അക്കൗണ്ടുകൾക്കും ശരാശരി 10% ഒക്കെയാണ് ഓർഗാനിക് റീച്ച് ഉണ്ടാവുക. പ്രൊവൈഡഡ് കണ്ടന്റുകളുടെ ക്രിയേറ്റിവിറ്റിയും വൈറാലിറ്റിയും ഒക്കെ ഇതിനൊരു ഘടകം തന്നെയാണ്. എനിവേ, ഒരു 10% ഒക്കെയാണ് നമുക്ക് ഓർഗാനിക് റീച്ച് ഉണ്ടാവുക എന്നുള്ളത്. ഫോളോവേഴ്സിൻ്റെ നമ്പേഴ്സ് എന്നുള്ളത് നിങ്ങളുടെ പോപ്പുലാരിറ്റിയാണ്, നിങ്ങളുടെ ബ്രാൻഡ് ഇമേജ് ആണ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയും നിങ്ങളുടെ ഒരു വലുപ്പത്തെയും ഒക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. ബട്ട് ഫോളോവേഴ്സ് നമ്പേഴ്സ് മാത്രമല്ല എല്ലാം. ഫോളോവേഴ്സിനെ മാത്രം നോക്കി നമ്മളൊന്നിനെയും അവിശ്വസിക്കുകയോ തള്ളുകയോ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഫോളോവേഴ്സ് നിങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആ വലുപ്പത്തിൽ നിങ്ങൾ വളരെയധികം അഭിമാനിക്കുക. നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾ നിങ്ങളിൽ നിന്നുള്ള കണ്ടന്റുകൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആ നമ്പേഴ്സ് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അവർക്ക് നിങ്ങൾ നൽകുന്നത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയും അവർക്ക് നിങ്ങൾ നൽകുന്ന ഇമ്പോർട്ടൻസും വളരെ വലുത് തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഫോളോവേഴ്സിൻ്റെ നമ്പേഴ്സിനെ കുറിച്ച് വറീഡ് ആവാതെ നിങ്ങളുടെ കോണ്ടന്റുകളും നിങ്ങളുടെ ഓഡിയൻസിനും വാല്യൂ നൽകിക്കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഗ്രോ ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കും ഇത്തരം കാര്യങ്ങൾക്കും വേണ്ടി CDF ഫോളോ ചെയ്യാം.